ജീവിച്ചിരിക്കുന്നവരോടൊപ്പം മരിച്ചവരും ഒത്തുചേരുന്ന ഒരു കുടുംബാഘോഷമാണ് ഫാമാദിഹാന. ആഘോഷത്തിലേക്ക് മരിച്ചവരെ കൊണ്ടുവരാനായി കല്ലറകൾ തുറന്ന് ശവശരീരം പുറത്തേക്കെടുക്കുന്നു. പിന്നീട് പാട്ടും ഡാൻസുമായി ആഘോഷം കെങ്കേമമാണ്. വളരെ ആശ്ചര്യം തോന്നുമെങ്കിലും സംഗതി ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഒരു ആചാരമാണ് ഫാമാദിഹാന. നമ്മുടെ നാട്ടിലുള്ളവർ ലക്ഷങ്ങൾ ലോണെടുത്ത് വീട് വയ്ക്കുമ്പോൾ മഡഗാസ്കറിലെ മലഗാസി വിഭാഗക്കാർ കൂടുതൽ പണം ചെലവഴിക്കുന്നത് കല്ലറകൾ ഗംഭീരമാക്കാനാണ്. അവരുടെ വീട് മണ്ണും വൈക്കോലും കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും കല്ലറ കോൺക്രീറ്റ് ചെയ്ത് ഗ്രാനൈറ്റ് ഇട്ടതായിരിക്കും. വീട് എപ്പോൾ വേണമെങ്കിലും പുതുക്കി പണിയാം. കല്ലറ എല്ലാ കാലവും നിലനിൽക്കേണ്ടതാണെന്നാണ് മലഗാസിക്കാരുടെ അഭിപ്രായം. 5 മുതൽ 7 വർഷത്തിനിടയിലാണ് ഒരു കുടുംബത്തിൽ ഫാമാദിഹാന നടത്തപ്പെടുന്നത്. അതിനുവേണ്ടി മരിച്ചുപോയ പൂർവികൻ്റെ ആത്മാവ് കുടുംബത്തിലെ മുതിർന്ന ആളിൽ പ്രത്യക്ഷപ്പെടും. തനിക്ക് തണുക്കുന്നു, പുതുവസ്ത്രം വേണം എന്നിങ്ങനെ ആവശ്യപ്പെടും. അപ്പോഴാണ് ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുക. ഏത് ദിവസം കല്ലറ തുറക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അവരുടെ പരമ്പരാഗത ജ്യോതിഷിയാണ്. ഇദ്ദേഹത്തെ ഓംബിയാസി എന്നാണ് പറയുക. ചൊവ്വയും ബുധനും കല്ലറ തുറക്കാൻ പാടില്ലത്രേ. സാധാരണ ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലാണ് ചടങ്ങ് നടത്താറുള്ളത്. അങ്ങനെ ജ്യോതിഷി ഒരു തീയതി കുറിച്ച് നൽകും. പിന്നീട് സർക്കാരിൻ്റെ അനുമതി കൂടി വാങ്ങേണ്ടതുണ്ട്. ബന്ധുക്കളും മറ്റ് അതിഥികളുമൊക്കെയായി 2 ദിവസത്തെ ആഘോഷമാണ് ഫാമാദിഹാന. അതിഥികൾ മദ്യവും പണവും ഒക്കെയായി പല സമ്മാനങ്ങൾ കൊണ്ടുവരും. ആഘോഷത്തിൻ്റെ ചിലവ് ഫാമാദിഹാന നടത്തുന്ന കുടുംബത്തിൻ്റെ വകയാണ്. ചോറും പന്നിയിറച്ചിയുമാണ് ഭക്ഷണമായി സാധാരണ നൽകുക. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ ബന്ധുക്കൾക്ക് ഭക്ഷണവും യാത്രാ ചെലവുമെല്ലാം നൽകുന്നു. പണം ലാഭിക്കാനായി ചെറിയ രീതിയിൽ ചടങ്ങ് നടത്തുന്നത് മലഗാസിക്കാർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നത് ആർഭാടമായി ചെയ്യണം എന്നാണ് ഇവർ പറയുക. മരിച്ചവരോട് സ്നേഹവും ആദരവും കാണിക്കുന്നതോടൊപ്പം കുടുംബ ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതിനും ഈ ചടങ്ങ് ഉപകരിക്കുന്നു. ഒരു കുടുംബത്തിൽ 10-15 കുട്ടികളുണ്ടാകും. പിന്നീട് അവർക്കും അങ്ങനെ തന്നെ കുട്ടികളാകുമ്പോൾ വലിയൊരു ഫാമിലിയായി. പിന്നീട് എല്ലാവരും പരിചയപ്പെടുന്നത് ഫാമാദിഹാനയ്ക്ക് എത്തുമ്പോഴാണ്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിൻ്റെ തലേദിവസത്തെ ഫീലിംഗാണ് അവിടെ ഫാമാദിഹാനയുടെ തലേദിവസം. പരിചയപ്പെടലും മദ്യസൽക്കാരവും അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കലുമെല്ലാം ഇവിടെ ഉണ്ടാകും. മൃഗങ്ങളെ കൊന്ന് ഇറച്ചി തയ്യാറാക്കൽ പുരുഷന്മാരുടെ ജോലിയാണ്. എന്നാൽ ഭക്ഷണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇറച്ചി എല്ലാവർക്കും കഴിക്കാം. പക്ഷേ കരൾ അത് പുതുതായി വന്ന മരുമക്കൾക്ക് മാത്രമുള്ളതാണ്. അടുത്ത ദിവസം കല്ലറ തുറക്കും. മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ പലതും എല്ലിൻ കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എങ്ങനെയായാലും കുഴപ്പമില്ല, അവയൊക്കെ പുറത്തെടുത്ത് പുതിയ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് പൊതിയും. ഈ തുണികൾ വാങ്ങാൻ തന്നെ നല്ല ചിലവ് വരും. ചുറ്റിയ തുണിക്ക് മുകളിൽ മരിച്ചയാളുടെ പേര് എഴുതി വയ്ക്കും. പിന്നീട് മൃതദേഹങ്ങളോടൊപ്പമാണ് അവർ സമയം ചെലവഴിക്കുന്നത്. ചിലർ മരിച്ചവരോട് സല്ലപിക്കും. മറ്റു ചിലർ കുട്ടികൾക്ക് മരിച്ചവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നീട് കുടുംബാംഗങ്ങളിൽ ചിലർ മരിച്ചവരുടെ മൃതദേഹം തലയിൽ വച്ച് പാട്ടിനൊത്ത് നൃത്തം വയ്ക്കുന്നു. പക്ഷെ ചിലർ ഈ സമയത്ത് മരിച്ചവരെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയായിരിക്കും. മരിച്ചവരെ സന്തോഷിപ്പിച്ചാൽ അവർ അനുഗ്രഹിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. കൂടാതെ ഗർഭിണികളാവാത്ത സ്ത്രീകൾ ഫാമാദിഹാന ദിവസം മൃതദേഹം പൊതിഞ്ഞ തുണിയുടെ കഷണം അവരുടെ കിടക്കക്കടിയിൽ സൂക്ഷിക്കുന്നു. അങ്ങനെ ചെയ്താൽ പൂർവികരുടെ അനുഗ്രഹത്താൽ കുട്ടികൾ ഉണ്ടാവുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. വലിയ പണച്ചെലവും ചില എതിർപ്പുകളും കാരണം ചിലയിടത്ത് ഫാമാദിഹാന നടത്തുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായതിനാൽ പൂർണ്ണമായി നിർത്താൻ കഴിയുകയുമില്ല.